ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ടു വിങ്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ക്ലാസ് 12 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്നാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തിനെ പറ്റിയാണ് ഈ യൂണിറ്റ്, ആരെ പറ്റിയാണ് ഇതിൽ സംസാരിക്കുന്നത് നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലേ. എന്തിനെ പറ്റിയാണ്? സ്ത്രീകളെ പറ്റിയാണ് ഈ ഒരു യൂണിറ്റ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. സ്ത്രീകളെ എംപവർ ചെയ്ത് കൊണ്ടുവരാ, സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചാണ് ഒരു ബേസിക് ഐഡിയ ഈ പറയുന്ന യൂണിറ്റിലുള്ളത്. നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ദ 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു സ്പീച്ച് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കോട്ട് എന്ന് പറയുന്നത് ഷാർലറ്റ് ബ്രോണ്ടി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഓതർ എഴുതിയിട്ടുള്ള ഒരു കോട്ടാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം കോട്ട് തന്നെയാണ്. ഐ എം നോ ബേർഡ് ആൻഡ് നോ നെറ്റ് ensnares me. I am a free human being with an independent will. ഇതാണ് ഈ പറയുന്ന കോട്ട്. അപ്പോൾ ഇതൊരു ഫേമസ് വർക്ക് ആയിട്ട്, ഒരു ക്ലാസിക്കൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഒരു ക്ലാസിക് വർക്ക് എന്നറിയപ്പെടുന്ന ജെയിൻ എയർ എന്നുള്ളൊരു വർക്കിൽ ജെയിൻ എയർ ആണ് അതിലത്തെ മെയിൻ ക്യാരക്ടർ. ഈ ജെയിൻ എയർ പറയുന്ന ഒരു കോട്ടാണ് ഈ പറയുന്ന നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത്? ഐ എം നോ ബേർഡ്, ഞാനൊരു പക്ഷിയല്ല. നമുക്കറിയാം ഒരു പക്ഷീന് എന്താണ്, ആർക്ക് വേണമെങ്കിലും കൂട്ടിലടക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ ഒരു പക്ഷിയൊന്നുമല്ല ഞാൻ. ആൻഡ് നോ നെറ്റ് ensnares me, എന്നെ ആർക്കും ഒരു തരത്തിലൊരു കൂട്ടിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേജിലോ എന്നെ അടക്കാനായിട്ട് ആയിരിക്കും പറ്റില്ല. കാരണം എന്താണ്, ഞാനൊരു പക്ഷിയൊന്നുമല്ല. ഞാൻ വെറും ഒരു ഫ്രീ ഹ്യൂമൻ ബീയിങ് ആണ്. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്, ഡിറ്റർമിനേഷൻ ഉണ്ട്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെയും ഈ പറയുന്ന ആർക്കും ഒരു കൂട്ടിൽ അടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ഒരു ഐഡിയോളജി തരുന്ന ജസ്റ്റ് ഒരു കോട്ടാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് 3 L's ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്റ്റ്യൻ ലെഗാർഡ്. ക്രിസ്റ്റ്യൻ ലെഗാർഡ് എഴുതിയിരിക്കുന്ന ഒരു സ്പീച്ചാണ്, എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു സ്പീച്ചാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഈ ഒരു യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുക, ഇതൊരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ എസ്സേ ഒന്നുമല്ല. ഇതൊരു സ്പീച്ചാണ്. അതുകൊണ്ട് തന്നെ സ്പീച്ച് റൈറ്റപ്പ് പോലുള്ള എസ്സേ പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അതൊഴിച്ച് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും ബേസിക് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ജസ്റ്റ് ഒരു പ്ലോട്ട് സമ്മറി പോലെ പറയുകയാണെങ്കിൽ ഇതാണ് ചുരുക്കത്തിൽ ഒരു പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 21st സെഞ്ചുറിയിലാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ലോകം ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് റാപ്പിഡ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ ആൾക്കാരും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രിസ്റ്റ്യൻ ലെഗാർഡ് പറയാണ്, ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ക്രിസ്റ്റ്യൻ ലെഗാർഡൊക്കെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് റോൾ ഓഫ് വിമൺ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഇക്കണോമിക് റോൾ ഓഫ് വിമൺ അതായത് സ്ത്രീകളുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു റോളാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രശ്നം. ഇപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമ്മൾ എത്ര പേരുടെ വീട്ടിലെ എല്ലാ സ്ത്രീകളും ജോലി പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണമെങ്കിൽ വേറെ ആൾ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എത്ര പേർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു സെൽഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്ര സ്ത്രീകൾക്ക് ഉണ്ടെന്നാണ് ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ക്രിസ്റ്റ്യൻ ലെഗാർഡ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് റോൾ ഓഫ് വിമൺ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. ഈ പറയുന്ന ലോകത്തിൽ സ്ത്രീകളുടെ ഇക്കണോമിക് റോൾ തന്നെയാണ്. സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അതിൽ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇക്കണോമിക് റോൾ ആണ്. അത് സാമ്പത്തികമായിട്ട് അവർക്ക് എങ്ങനെ ഉന്നതിയിലേക്ക് വരാം, ഈ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഈ യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്പീച്ച് 3 L's ഓഫ് എംപവർമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ശാക്തീകരണം. ഇതിലൂടെ പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചാണ്. അപ്പോൾ ബേസിക്കലി ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അതിൽ എന്ത് വേണം? ഈ പറയുന്ന സ്ത്രീകളുടെ എക്കണോമിക് റോളിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് നമുക്കറിയാം ഇപ്പോൾ ഒരു 50% ആണുങ്ങളും 50% പെണ്ണുങ്ങളും ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഓരോ ലോകത്തിലെ ഓരോ രാജ്യക്കാരും കിട്ടുന്ന ഒരു പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്. ഒരു രാജ്യത്തിന് ഒരു വർഷം കിട്ടുന്ന ആ ഒരു വരുമാനം, ആ വരുമാനത്തിൽ പല രാജ്യങ്ങളിലും എന്തുണ്ട്? കുറവ് കാണുന്നുണ്ട്. ആ കുറവിന്റെ റീസൺ ആയിട്ട് പല സ്റ്റഡീസും പറയുന്നത് എന്താണ്? സ്ത്രീകൾക്ക് ജോലിയില്ല, സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പെർ ക്യാപിറ്റ ഇൻകം വരെ പല രാജ്യങ്ങളിലും കുറഞ്ഞു കാണുന്നു എന്നാണ് ഇതിന്റെ ഒരു സ്റ്റഡീസ് പറയുന്നത്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഇപ്പോൾ ഇത്ര 50% സ്ത്രീകൾ 50% ആണുങ്ങളാണെന്ന് വിചാരിക്കാം. ഈ പറയുന്ന ആണുങ്ങൾക്ക് കിട്ടുന്നതിന്റെ പകുതി പോലും ഒരു രാജ്യത്ത് എന്ത് കിട്ടുന്നില്ല? സ്ത്രീകളുടെ ഇൻകം ആയിട്ട് വരുന്നില്ല. അതിന്റെ മെയിൻ ഇഷ്യൂ എന്താണ്? സ്ത്രീകൾക്ക് ജോലിയില്ല. ആ ജോലി ഇല്ലാത്തതിന് പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഇഷ്യൂസ് ഒക്കെ മാറ്റം, ഈ ഇഷ്യൂസിനൊക്കെ ഒരു എന്താണ് പറയാ, ഒരു ബാരിയർ, ഒരു തടസ്സം വെച്ചിട്ട് ആ ഒരു തടസ്സങ്ങളൊക്കെ ഈ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന തടസ്സങ്ങൾ മാറ്റി ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി അവരെ മുൻപോട്ട് കൊണ്ടുവരണമെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മുടെ ക്രിസ്റ്റ്യൻ ലെഗാർഡ്
ലെഗാർഡ് ഈ പറയുന്ന സ്പീച്ചിലൂടെ പറഞ്ഞു. ആ 3 കാര്യങ്ങളെയാണ് ഇവർ 3 Ls എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ദ 3 Ls എന്ന് പറയുന്നത്. എൽസ് എന്ന് പറയുമ്പോൾ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഈ ഒരു 3 കാര്യങ്ങളെയാണ് ക്രിസ്റ്റ്യൻ ലെഗാർഡ് എന്ത് പറയുന്നത്? ദ 3 Ls ഓഫ് എംപവർമെന്റ് എന്ന് ഈ പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവർ പറയുന്നത് എന്തിനെ പറ്റിയാണ്? ലേണിങ്ങിനെ പറ്റിയാണ്. ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു വീട് വെക്കാന്ന് വിചാരിക്കാം. ആ ഒരു വീട് വെക്കുമ്പോൾ അതിൽ ആദ്യത്തെ പരിപാടി എന്താണ്? ഫൗണ്ടേഷൻ. ഈ പറഞ്ഞ നമ്മൾ കല്ലിടുന്നൊക്കെ പറയാറില്ല. അപ്പൊ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവണം. ഒരു വീടിന് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവണം. അതേപോലെ സ്ത്രീകളെ ഈ പറയുന്ന ഒരു എംപവേർഡ് ആക്കണമെങ്കിൽ അതിനൊരു ഫൗണ്ടേഷൻ വേണം. ആ ഫൗണ്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് എന്നുള്ളൊരു എല്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏതൊരു സ്ത്രീക്കും എംപവേർഡ് ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവർക്ക് എന്ത് വേണം? ലേണിംഗ് എന്നുള്ളൊരു അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വേണം, വിദ്യാഭ്യാസം വേണം. ഈ വിദ്യാഭ്യാസമാണ് എല്ലാത്തിന്റെയും ഫൗണ്ടേഷൻ. ആ ഒരു ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഇവർക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല. ഫസ്റ്റ് എന്ത് വേണം? ലേണിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വേണം. ഈ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും പ്രത്യേകിച്ച് അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സംഭവങ്ങളിലേക്ക് ഒരു കടക്കാൻ പറ്റില്ല. ലേബർ ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനമായിട്ട് പറയുന്നതാണ് എന്ത്? ലേണിംഗ്. അതിൽ നമുക്കറിയാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ എന്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ കമ്പയർഡ് ടു മെൻ അല്ലെങ്കിൽ കമ്പയർഡ് ടു ബോയ്സ് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഇതാണ് ഇപ്പോഴും പെൺകുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അതിന് പ്രൂവ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ ഇവർ ഇതിലൊരു ആഫ്രിക്കൻ സേയിങ് കൂടി പറയുന്നുണ്ട്. ആ ഒരു സേയിങ് എങ്ങനെയാണ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, അതായത് നിങ്ങളിപ്പോ ഒരു ആൺകുട്ടിനെയാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ യു ട്രെയിൻ എ മാൻ, നിങ്ങൾ ഒരു പുരുഷനെയാണ് ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങൾ ഒരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ യു ട്രെയിൻ എ വില്ലേജ്, നിങ്ങൾ ഒരു വില്ലേജിനെ തന്നെയാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. കാരണം എന്താണ്? ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവനൊരു സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവൻ അങ്ങോട്ട് വളർന്നു പോകും. പക്ഷേ നിങ്ങൾ അതേസമയം ഒരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ ആ പെൺകുട്ടി എന്താണ്? ആ ഒരു വില്ലേജിന്, അതായത് അവളുടെ ഫാമിലി ആയിക്കോട്ടെ, അവളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവളുടെ ചുറ്റുപാടുള്ള ആ ഒരു സൊസൈറ്റിനെ തന്നെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? ഈ പറയുന്ന പെൺകുട്ടികൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ് എല്ലാത്തിന്റെ ഒരു ബേസ്. ആ ഒരു ബേസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും മുൻപോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഈ പറയുന്ന ഡെവലപ്പിംഗ് വേൾഡിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് നമുക്കിപ്പോൾ ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഓക്സിജൻ വേണം എന്ന് പറയുന്ന പോലെ ഈ ഒരു കാര്യത്തിൽ ഓരോ പെൺകുട്ടിക്കും ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യമാണ് എന്ത്? ഈ പറയുന്ന ലേണിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. രണ്ടാമത്തെ എല്ലായിട്ട് നമ്മുടെ ക്രിസ്റ്റ്യൻ ലെഗാർഡ് മെൻഷൻ ചെയ്യുന്നത് ലേബറിനെയാണ്. നമുക്കറിയാം വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസം എവിടെയെങ്കിലും ചെന്നൊന്ന് വർക്ക് ചെയ്യണ്ടേ? ആ ഒരു വർക്കിംഗ് ആ ഒരു എൻവയോൺമെന്റാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ഓരോ ആൾക്കാർക്കും എന്താണ്? ഓരോ പൊട്ടൻഷ്യൽസ് ഉണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ പ്രൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഈ പറയുന്ന ഒരു ലേബർ കിട്ടണം. പക്ഷെ ഇന്നും ഈ പറയുന്ന ജോലി പല സ്ഥലത്തും ഉണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ ഇല്ലെന്ന് പറയുന്നു. പക്ഷെ എങ്കിലും ഇതൊക്കെ ഉണ്ടായിട്ടും പല സ്ത്രീകൾ ജോലിക്ക് പോവാത്ത ഒരു പ്രശ്നം ഇവർ പറയുന്നുണ്ട്. അതിന് 3 മെയിൻ റീസൺസ് ആയിട്ട് ഇവർ പറയുന്നത് ലോ വേജസ് ആണ്. ഇവർ കൃത്യമായിട്ട് ജോലിക്ക് പോകുന്നു. ഓരോ ആണിന്റെ കൂടെ അല്ലെങ്കിൽ ഓരോ ആണുങ്ങൾ ജോലി ചെയ്യുന്ന അത്രയും തന്നെ ഇവരും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രത്തോളം ചെയ്തിട്ടും ഓരോ അല്ലെങ്കിൽ ഒരു മെയിൽ സ്റ്റാഫിന് കിട്ടുന്ന അത്രയും എന്ത് കിട്ടുന്നില്ല? വേജ് ഈ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവർ അതിനുവേണ്ടി ആദ്യം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആദ്യം പറയുന്ന കാര്യം ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തുല്യമായിട്ടുള്ള വേജ് ആർക്ക് കിട്ടിക്കൊള്ളണം? സ്ത്രീകൾക്കും, അല്ലെങ്കിൽ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എല്ലാവർക്കും ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യമായിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ തുല്യമായിട്ടുള്ള വേജും കിട്ടണം. അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും നോക്കാൻ പാടില്ല, ജെൻഡറും നോക്കാൻ പാടില്ല, റേസും നോക്കാൻ പാടില്ല, ഒന്നും നോക്കാണ്ട് തന്നെ അവരുടെ ആ ഒരു കഴിവിന് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു ജോലിക്കാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഈ പറയുന്ന സാലറി അല്ലെങ്കിൽ വേജസ് കൊടുക്കേണ്ടത്. അതിന്റെ അടുത്ത പ്രശ്നമായിട്ട് പറയുന്നത് ലോ സ്റ്റേറ്റസ്. പല സ്ഥലങ്ങളിലും എന്താണ് സ്ത്രീകൾ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ പല ആൾക്കാരും എന്താണ് കുറച്ച് കാണുന്ന ഒരു മെന്റാലിറ്റി പല റീജിയൻസിലും ഉണ്ട്. അതായത് അവൾ എങ്ങോട്ടോ പോകുന്നില്ല, ഇപ്പൊ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വരുന്നെങ്കിൽ ഇവര് വേറെന്തോ പഠിക്കാണ് പോകുന്നത്. ആ ഒരു സെൻസ് ഓഫ് സംഭവം എന്താണ് പല മനുഷ്യർക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റസിൽ ഇടി വീഴും എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് പല സ്ത്രീകൾ അതുകൊണ്ടും ജോലിക്ക് പോകാതിരിക്കുന്നുണ്ട്. അതാണ് ലോ വേജസും ലോ സ്റ്റേറ്റസും ആണ് ആദ്യത്തെ 2 പോയിന്റുകളായിട്ട് പറയുന്നത്. പിന്നത്തെ ഒരു പറയുന്ന ഒരു പോയിന്റ് ആണ് ലോ സെക്യൂരിറ്റി. അതായത് പല സ്ഥലങ്ങളും എന്താണ് ഇപ്പോൾ 9 to 5 ജോബ് തന്നെ എല്ലാവർക്കും കിട്ടണം എന്നില്ല. പലതും പല നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് സെക്യൂരിറ്റിയുടെ കാര്യം വളരെയധികം അത്യാവശ്യമാണ്. സെക്യൂരിറ്റി ഇല്ലെങ്കിൽ എന്ത് പറ്റും? കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ലോ സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടും ലോ വേജസ് കൃത്യമായിട്ടുള്ള ഒരു വേജ് ഇല്ലാത്തതുകൊണ്ടും ലോ സ്റ്റേറ്റസ് ഉള്ളതുകൊണ്ടും എന്താണ് പല സ്ത്രീകളും ജോലി കിട്ടിയാലും പോവാത്തൊരവസ്ഥ കൂടി നമ്മളെ നാട്ടിലുണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം ഈ ഒരു മെൻഷൻ ചെയ്യുന്ന വേറൊരു ഇഷ്യൂ ആണ് ഇൻഹെറിറ്റൻസ് ലോസിനെ പറ്റി. അതായത് പാരമ്പര്യ സ്വത്തിന്റെ ആ ഒരു പ്രശ്നമാണ് പറയുന്നത്. പല രാജ്യങ്ങളിൽ പല കമ്മ്യൂണിറ്റികൾ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ചില ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതായത്
ചില പ്രത്യേക തരം ലോസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരും വിവാഹം കഴിക്കുന്നത്. ആ വിവാഹം കഴിക്കുന്ന ആ ലോസിൽ തന്നെ പലതും എഴുതി വെച്ചിട്ടുണ്ട്. ആ പലരുടെയും ലോസ് അനുസരിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ചില ഇഷ്യൂസ് ഒക്കെ. അതായത് ചില ലോസ് അനുസരിച്ചാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടി അല്ലെങ്കിൽ, അതായത് നിങ്ങൾ പെൺകുട്ടി മാത്രം നിങ്ങൾക്ക് ഉള്ളൂ, കുട്ടികളായിട്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ആ പെൺകുട്ടികൾക്ക് നിങ്ങളുടെ, അതായത് പേരൻസിന്റെ സ്വത്ത് കറക്റ്റ് ആയിട്ട് പാരമ്പര്യ സ്വത്ത് വഴി അങ്ങോട്ട് പോവില്ല. നിങ്ങളുടെ ബ്രദേഴ്സിന് അവൽ ആൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടായിരിക്കും അത് പോവുക. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് പല രാജ്യങ്ങളിലും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്, നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. അപ്പൊ ആ ഇഷ്യൂസിനെ പറ്റിയാണ് അവർ പറയുന്നത്. അതായത് ഇൻഹെറിറ്റൻസ് ലോസ്, ആൺകുട്ടികൾക്ക് സ്വത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തുല്യമായിട്ട് ആ കുട്ടിക്ക് ഒരു സിബ്ലിംഗ് ഉണ്ട്, നിങ്ങൾക്കൊരു പെൺകുട്ടി കൂടി ഉണ്ടെങ്കിൽ അവൾക്കും ആ സ്വത്ത് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഈക്വൽ ആയിട്ട് സ്വത്തുക്കൾ, പേരൻസിന് സ്വത്തുക്കൾ വീതിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ നോക്കരുത്, ഈക്വൽ ആയിട്ട് രണ്ടുപേർക്കും അവകാശപ്പെട്ടതായിരിക്കണം എന്നുള്ളൊരു ലോസ് കൂടി പല സ്ഥലത്തും വരാനുണ്ടെന്നാണ് ഇവർ ഈ പറയുന്ന ലേബറിൽ പറഞ്ഞു നിർത്തുന്നത്. മൂന്നാമത്തെ കേസ് അല്ലെങ്കിൽ മൂന്നാമത്തെ എല്ലായിട്ട് നമ്മുടെ ക്രിസ്റ്റ്യൻ ലെഗാർഡ് പറയുന്നത് എന്താണ്, ലീഡർഷിപ്പിനെ കുറിച്ചാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു ഇനേറ്റ് എബിലിറ്റീസ് ഉണ്ട്, നമുക്ക് ജന്മനാൽ പല കഴിവുകളോടുകൂടിയാണ് നമ്മൾ ജനിക്കുന്നതെന്നൊക്കെ പറയും. ഇപ്പോൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ പലരും പറയാറുണ്ട്, ഓരോ കുട്ടി ജനിച്ചു വീഴുമ്പോഴും അവരാരും ഈ പറയുന്ന മലയാളം പറയാനോ അല്ലെങ്കിൽ അവരുടെ മദർ ടങ് ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കാതെ തന്നെ ചെറുതായിട്ട് മദർ ടങ് കുട്ടിയുടെ വായിൽ നിന്ന് തന്നെ വരാറുണ്ട്. ആ കുട്ടിയുടെ മാതൃഭാഷ എന്താണോ അതൊരു കുട്ടിക്കുണ്ട്. അതിപ്പോ നമ്മളിപ്പോൾ ലാംഗ്വേജ് സ്റ്റഡീസിലൊക്കെ പോകണമെങ്കിൽ അത് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇനേറ്റ് എബിലിറ്റീസിൽ ജന്മനാലുള്ള കഴിവുകളിൽ ഒരു കഴിവാണ് അവരുടേതായിട്ടുള്ള ആ ഒരു മാതൃഭാഷ അവർക്ക് ഉണ്ടാവും എന്നുള്ളത്. അതേപോലെ സ്ത്രീകൾക്കും ഇങ്ങനെ കുറച്ച് ഇനേറ്റ് എബിലിറ്റീസ് ഉണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അവരുടെ ഒരു ഇനേറ്റ് എബിലിറ്റീസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വർക്ക് ഒരു ആൺകുട്ടിനെ ഒരു പെൺകുട്ടിനെ ഏൽപ്പിച്ചാൽ, ഇപ്പൊ ചെറിയ വർക്കാണെങ്കിൽ ചിലപ്പോൾ ആൺകുട്ടികൾ വെട്ടിയത് ചെറുതല്ലേ, അവർ നിസ്സാരമായിട്ട് അത് തീർക്കറ്റും. പക്ഷെ പെൺകുട്ടികൾ എന്താണ്, ചെറിയ വർക്കാണെങ്കിൽ പോലും അത് വളരെ മികച്ച രീതിയിലേക്ക് ആക്കാൻ വേണ്ടി പെൺകുട്ടികൾക്ക് കഴിയും, അല്ലെങ്കിൽ അവർ അതിനു വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് എന്തൊരു സംഭവം ലീഡർഷിപ്പിന് വേണ്ടി ആർക്ക് കൊടുക്കാം, ഈ പറയുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കാവുന്നതാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു ലാസ്റ്റ് പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റാണ് സെൽഫ് കോൺഫിഡൻസിനെ പറ്റി. ഇത്രയും നേരം നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രശ്നം കാരണം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇതൊന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു പോയിന്റാണ് സെൽഫ് കോൺഫിഡൻസ്, അതായത് ആത്മവിശ്വാസം. ആത്മവിശ്വാസത്തിന്റെ കുറവ് ആർക്കുണ്ട്, ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പലപ്പോഴും വരാറുണ്ട്. ആ ഒരു പ്രശ്നം കാരണം എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാൻ വിചാരിക്കുന്ന അത്ര ഇത് പറ്റുമോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്ന അത്രയും ടേംസിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് കോൺഫിഡൻസിന്റെ കുറവ് ആർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് പല സ്ഥലത്തും സ്ത്രീകൾക്ക് മികച്ചു നിൽക്കാൻ കഴിയാറില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ വേറെ ആരെയും, അല്ലെങ്കിൽ ഈ പറയുന്ന മെൻ കമ്മ്യൂണിറ്റിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പകരം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തന്നെ നമ്മളെ വിശ്വസിക്കണം, നമ്മൾ തന്നെ നമ്മളെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത് ഓരോ സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ഓരോ ആരാണോ ആ ഒരു ഇൻഡിവിജ്വൽ അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസിലൊന്നും നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ജസ്റ്റ് ഈ ഒരു പോയിന്റുകൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെയാണ്, എങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാണ്. ദ സ്പീച്ച്, ഈ പറയുന്ന സ്പീച്ച് ഹൈലൈറ്റ്സ് ദ നീഡ് ഫോർ വിമൻസ് എംപവർമെന്റ്. ഈ പറയുന്ന സ്പീച്ചിലൂടെ 21st സെഞ്ചുറിയിലെ കുറച്ച് നീഡ്സിനെയാണ് എൻഹാൻസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ത്രൂ ദ 3 Ls, 3 Lsനെ പറ്റിയാണ് പറയുന്നത്. ആ 3 Ls എന്തൊക്കെയാണ്, ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ലേണിംഗിനെ പറ്റിയും ലേബറിനെ പറ്റിയും ലീഡർഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ ദാറ്റ് ഹെൽപ്സ് വിമൻ ബ്രേക്ക് ബാരിയേഴ്സ് ആൻഡ് അപ്ലിഫ്റ്റ് സൊസൈറ്റി. ഒരുപാട് ബാരിയേഴ്സ് ആര് ഫേസ് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബാരിയേഴ്സ് ഒക്കെ മറികടന്ന് മുൻപോട്ട് വരാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. അടുത്തായിട്ട് പറയുന്നത് ലേബറിനെ പറ്റിയാണ്. നോക്കി, ലേബർ എൻഷുവേഴ്സ് വിമൻസ് ഇക്കണോമിക് പാർട്ടിസിപ്പേഷനും. ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ സ്ത്രീകളെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി അവരെ സഹായിക്കുന്ന ഒന്നാണ് എന്ത്, ലേബർ. ബട്ട് ഇഷ്യൂസ് ലൈക്ക് അൺഈക്വൽ പേ, അതായത് ഈക്വൽ വേജസ് കിട്ടുന്നില്ല, ഈക്വൽ പേയ്മെന്റ് കിട്ടുന്നില്ല, അതേപോലെ ഡിസ്ക്രിമിനേഷൻ ലോസ്, ഈ പറയുന്ന നിയമങ്ങളിൽ പോലും വേർതിരിവ്, അതേപോലെ തന്നെ ആൻഡ് ലേക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഹോൾഡ് ദം ബാക്ക്. ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായ്മ, അവസരങ്ങളില്ലായ്മ എന്താണ് ഈ പറയുന്ന സംഭവം സ്ത്രീകളെ പിൻവലിക്കുന്നതായിട്ടാണ് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ലീഡർഷിപ്പിനെ കുറിച്ചാണ്. ലീഡർഷിപ്പ് അലൗസ് വിമൻ ടു യൂസ് ദർ ടാലന്റ് ഇഫക്റ്റീവ്ലി. ലീഡർഷിപ്പ് ഒരു സ്ത്രീകൾക്ക് കൊടുത്താലുണ്ട് അവരുടെ ടാലന്റ് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ആസ് ദേ ബ്രിങ് ക്വാളിറ്റീസ് ലൈക്ക് കമ്പാഷൻ, ഇൻക്ലൂഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഹവർ ബാരിയേഴ്സ് ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓഫൺ ഹിൻഡർ ദർ പ്രോഗ്രസ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ എന്താണ് ഇവരെ കുറച്ചും കൂടി പിൻവലിക്കാനുള്ള ഒരു റീസൺ ആയിട്ട് മാറുന്നുണ്ട്. ദ സ്പീക്കർ urges society to remove prejudices and create equal opportunities so that women can achieve full potential benefiting the whole world. ഈ പറഞ്ഞ ലോകത്തിന് മൊത്തം ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ആർക്ക് ഉണ്ടാക്കാൻ സഹായിക്കും, സ്ത്രീകൾക്ക് ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ടാബോസും അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കാനുള്ള ആ ഒരു സംഭവങ്ങളും അവരെ പിൻവലിപ്പിക്കാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി ഈ ഒരു 3 Ls
കൊണ്ട് മുൻപോട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നമ്മൾ സ്ത്രീകൾ എംപവേർഡ് ആവാനായിട്ട് ഈ കാര്യങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ സ്ത്രീകൾ എംപവേർഡ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ 3 L's ആയിട്ട് നമ്മൾ ക്രിസ്റ്റൽ ലഗാർഡെ ഈ സ്പീച്ചിൽ പറയുന്നതാണ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ആ ഒരു 3 കാര്യങ്ങളാണ് ബേസിക്കലി ഈ പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. അതായത് ചെറിയ സ്പീച്ചാണ്, ജസ്റ്റ് 2 pages നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു സ്പീച്ചാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ കീ ടു വിമൺ എംപവർമെന്റ്. ഈ ഒരു ടോപ്പിക്കിലൂടെ ഈ ഒരു സ്പീച്ച് ഒന്ന് നമുക്ക് അതെങ്ങനെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്കറിയാം സ്പീച്ചിന്റെ ഫസ്റ്റ് ഫോർമാറ്റ് തന്നെ ഗുഡ് മോർണിംഗ് എവറി വൺ. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിച്ചു നോക്കണം. ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ഈവനിങ് ആണോ എന്താണോ അവിടെ ആപ്റ്റ് ആവുന്നത് എന്ന് നോക്കി. അതൊന്നും മനസ്സിലാവില്ല, ജസ്റ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നുള്ള ഒരു കോട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്പീച്ച് എങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ടുഡേ അതൊരു ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ സ്പീച്ചാണ്. നമുക്കറിയാവുന്നതാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ March 8th ആണ്. ടുഡേ ഓൺ ഇന്റർനാഷണൽ വിമൻസ് ഡേ, ഇന്ന് എന്താണ്? ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക് എഡ്യൂക്കേഷൻ ഇസ് ദ കീ ടു വിമൻ എംപവർമെന്റ്. ഇന്ന് ഞാനോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം എന്താണ്? ഈ പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു വിമൻ എംപവർമെന്റ്. വിമൻ എംപവർമെന്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്ന് വിദ്യാഭ്യാസമാണെന്നുള്ള ടോപ്പിക്കിലാണ് ഞാനോട് സംസാരിക്കാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ ഗിവ്സ് വിമൻ ദ പവർ ടു സ്റ്റാൻഡ് ഓൺ ദെയർ ഓൺ ഫീറ്റ്. ഓരോ സ്ത്രീകളെ അവരവരുടെ കാലം നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു മെയിൻ സംഭവം തന്നെ എന്താണ്? വിദ്യാഭ്യാസമാണ്. ഇറ്റ് ഹെൽപ്സ് ദം ടു തിങ്ക് ഫോർ ദംസെൽവ്സ്. അവർക്ക് വേണ്ടി ചിന്തിക്കാനും മേക്ക് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനും ആൻഡ് ലിവ് വിത്ത് കോൺഫിഡൻസ്, കോൺഫിഡൻസോടുകൂടി ജീവിക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന വിദ്യാഭ്യാസം സഹായിക്കുന്നുണ്ട്. ആസ് ക്രിസ്റ്റൽ ലഗാർഡെ സെഡ്, വിമൺ മസ്റ്റ് ലേൺ ടു തിങ്ക്. ക്രിസ്റ്റൽ ലഗാർഡെ പറഞ്ഞു വെക്കുന്ന എന്താണ്? ഓരോ സ്ത്രീയും സ്വയം ചിന്തിക്കാൻ വേണ്ടി പഠിക്കണം. ആൻഡ് ആക്ട് ഇൻഡിപെൻഡന്റ്ലി, സ്വയമേ പ്രാപ്തരാവണം, സ്വയമേ ആക്ട് ചെയ്യാനും ആര് പ്രാക്ടീസ് ചെയ്യണം? ഓരോ സ്ത്രീകളും പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ദിസ് സ്റ്റാർട്ട്സ് വിത്ത് ലേണിംഗ്. ഇതൊക്കെ തുടങ്ങുന്നത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലേണിംഗ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ച ആ ഒരു കോട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വെൻ എ ഗേൾ ഈസ് എഡ്യൂക്കേറ്റഡ്, ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നെങ്കിൽ ഷീ നോട്ട് ഓൺലി ചേഞ്ചസ് ഹെർ ഓൺ ലൈഫ്, അവൾ അവളുടെ ജീവിതം മാത്രമല്ല മാറ്റിമറിക്കുന്നത്, ബട്ട് ഓൾസോ ഇംപ്രൂവ്സ് ലൈഫ് ഓഫ് ഹർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. പക്ഷെ ആരുടെ ജീവിതം കൂടിയാണ് അവർ മെൻഷൻ ചെയ്യുന്നത്? ഈ പറയുന്ന ഫാമിലിയുടെയും സൊസൈറ്റിയുടെയും ജീവിതം കൂടി അവർ നന്നാക്കാൻ ശ്രമിക്കും. ദർ ഇസ് എ സേയിങ്, ഇതിനെ പ്രൂവ് ചെയ്യുന്ന ആ ഒരു സേയിങ് ആണ്, ഇഫ് എഡ്യൂക്കേറ്റഡ് ഗേൾ യു എഡ്യൂക്കേറ്റ് എ വില്ലേജ്. ദിസ് ഷോസ് ഹൗ പവർഫുൾ എഡ്യൂക്കേഷൻ. ഇതെന്താണ് നമ്മളെ പ്രൂവ് ചെയ്യിപ്പിക്കുന്നത്, നമ്മൾ കാണിച്ചിരുന്നത് എത്ര പവർഫുൾ ആണ് എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവമാണ്. ത്രൂ എഡ്യൂക്കേഷൻ വിമൻ ക്യാൻ ഗെറ്റ് ഗുഡ് ജോബ്സ്. ഈ പറഞ്ഞ വിദ്യാഭ്യാസം വഴി സ്ത്രീകൾക്ക് നല്ല ജോലി കിട്ടും. ഏൺ ഈക്വലി, ആണുങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടോ അത്ര തന്നെ ഈക്വാലിറ്റി ആയിട്ടുള്ള ഒരു ഏർണിംഗ് അവർക്ക് കിട്ടും. ആൻഡ് ഈവൻ ബിക്കം ലീഡേഴ്സ്, അതേപോലെ തന്നെ ഒരു ലീഡർ അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പിലേക്ക് കൂടി സ്ത്രീകൾക്ക് കടക്കാൻ വേണ്ടി പറ്റും. ആൻഡ് എഡ്യൂക്കേറ്റഡ് വിമൻ ഈസ് സ്ട്രോങ്, ഇൻഡിപെൻഡന്റ് ആൻഡ് റെസ്പെക്റ്റഡ്. ഒരു വിദ്യാഭ്യാസമുള്ള സ്ത്രീ എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആയിരിക്കും, ഇൻഡിപെൻഡന്റ് ആയിരിക്കും ആൻഡ് റെസ്പെക്റ്റഡ്. ഈ പറഞ്ഞ സൊസൈറ്റിയിൽ നിന്ന് റെസ്പെക്ട് കിട്ടുന്ന ആ ഒരു നിലയിൽ കൂടി ഓരോ സ്ത്രീകളും എത്തും. സോ ലെറ്റ് us റിമെമ്പർ റിയൽ പ്രോഗ്രസ് ഈസ് പോസിബിൾ. റിയൽ പ്രോഗ്രസ്, നല്ല പ്രോഗ്രസ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ പ്രോഗ്രസ് പോസിബിൾ ആണ് എപ്പോ? ഓൺലി വെൻ ഗേൾസ് ആൻഡ് ബോയ്സ് ആർ ഗിവൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ. പഠിക്കാൻ വേണ്ടി പറഞ്ഞ ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ തുല്യമായിട്ടുള്ള ആ ഒരു തുല്യമായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ, ആ ഒരു പോസിബിലിറ്റി കൊടുത്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നല്ലൊരു പ്രോഗ്രസ് നമ്മുടെ വേൾഡിൽ തന്നെ ഉണ്ടാവുള്ളൂ. എഡ്യൂക്കേഷൻ ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് വിമൻ എംപവർമെന്റ്. വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ പറയുന്ന എഡ്യൂക്കേഷൻ ആണ്, വിദ്യാഭ്യാസമാണ്. ഇനി കുറച്ച് PYQs ആണ് മെൻഷൻ ചെയ്തേക്കണേ. അപ്പൊ ഈ PYQs എല്ലാത്തിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടില്ല, ഇതിന്റെ ആൻസർ ഇവിടെ ഉണ്ട്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് വിമൻ ഡിസേർവ് ഈക്വാലിറ്റി. ഈ പറയുന്ന സ്ത്രീകൾ എന്താണ്? ഈക്വാലിറ്റി ഡിസേർവ് ചെയ്യുന്നുണ്ട്. വിമൻ ഡിസേർവ് ഈക്വാലിറ്റി ആൻഡ് നോട്ട് റിസർവേഷൻ. റിസർവേഷൻസ് അല്ല വേണ്ടത് വിമൻസിന്, സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത്? ഈക്വാലിറ്റി ആണ് വേണ്ടതെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. റൈറ്റ് 2 points either to support or counter the point. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പോയിന്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ 2 പോയിന്റുകൾ അവിടെ ജസ്റ്റിഫൈ ചെയ്ത് എഴുതാം. അതായത് ഇപ്പൊ നിങ്ങൾ ഈക്വാലിറ്റി മതി, റിസർവേഷൻ വേണ്ടെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യുക. കൗണ്ടർ ദ പോയിന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഈക്വാലിറ്റി മാത്രമല്ല റിസർവേഷനും വേണം എന്നുള്ള ആ ഒരു ഐഡിയോളജിയിലാണ് കൗണ്ടർ പോയിന്റ്സ് ചോദിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം സപ്പോർട്ടിംഗ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞേക്കാം. അതായത് ഈ പറഞ്ഞ ഈക്വാലിറ്റി ആണ് വേണ്ടത്, റിസർവേഷൻ വേണ്ട, ആ ഒരു പോയിന്റ് ആയിട്ട് ഒരു പറഞ്ഞേക്കുന്ന സംഭവമാണ്. ഓക്കെ, True equality means equal opportunity, not special treatment. True equality, യഥാർത്ഥമായിട്ടുള്ള ഒരു ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതേപോലെ തന്നെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകളല്ല, സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടല്ല ഒരാളുടെ കഴിവ് തെളിയിക്കേണ്ടത്. women should be able to achieve based on merit and
കേപ്പബിലിറ്റി, അവരുടെ മെറിറ്റ്, അവർക്ക് കിട്ടുന്ന ആ ഒരു റാങ്ക് ആയിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന ആ ഒരു കേപ്പബിലിറ്റീസ് ആയിക്കോട്ടെ, അതിന്റെ ബേസിൽ വേണം ഓരോ സ്ത്രീകൾക്ക് എന്ത് കൊടുക്കാൻ, അവസരങ്ങൾ കൊടുക്കാൻ. അല്ലാണ്ട് നോട്ട് ബിക്കോസ് ഓഫ് റിസർവ്ഡ് കോട്ടാസ്, ഏതെങ്കിലും ഒരു കോട്ടാസിൽ റിസർവേഷൻ ഉണ്ട് അങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞല്ല കൊടുക്കേണ്ടത്. അവർക്ക് എന്താണ് അവരുടെ കഴിവ്, അവർക്ക് എന്താണ് അവരുടെ കേപ്പബിലിറ്റി, അത് നോക്കിയിട്ട് വേണം ഇതൊക്കെ കൊടുക്കാൻ. അല്ലാണ്ട് റിസർവേഷൻസ് വേണ്ട എന്നുള്ളൊരു പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞ് റിസർവേഷൻസ് മേ റീഇൻഫോഴ്സ് സ്റ്റീരിയോ ടൈപ്സ്. ഈ പറയുന്ന റിസർവേഷൻസ് കൊടുത്താൽ ചില സ്റ്റീരിയോ ടൈപ്പുകൾ നമ്മുടെ നാട്ടിൽ അത് പിന്നെയും പ്രൂവ്ഡ് ആവുകയും ചെയ്യുള്ളൂ. അതായത് ഗിവിംഗ് റിസർവേഷൻസ് ക്യാൻ മേക്ക് ഇറ്റ് സീം ലൈക്ക് വിമൻ നീഡ് ഹെൽപ്പ്. ഈ പറഞ്ഞ പലരും എന്താണ് പറയുന്നത്, സ്ത്രീകൾ പലതും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, സ്ത്രീകൾ ഫിസിക്കലി കേപ്പബിൾ അല്ല, ഫിസിക്കലിയും മെന്റലിയൊക്കെ ഒരു വീക്ക്, ആ ഒരു സംഭവം ഉണ്ട്. ആ ഒരു ടാബൂസ് പിന്നെ അങ്ങോട്ട് വരും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അങ്ങനെ കഴിവില്ലാത്തതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ പറയുന്ന റിസർവേഷൻസ് കൊടുക്കുന്നത്. ആ ഒരു സംഭവം വരാൻ സാധ്യതയുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് റെക്കഗ്നൈസിംഗ് ദർ റിയൽ ടാലന്റ് ആൻഡ് പൊട്ടൻഷ്യൽ, അവർ യഥാർത്ഥ കഴിവ് കാണാതെ ഇതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് ഇത് കിട്ടിയെന്നുള്ള ആ ഒരു സ്റ്റീരിയോ ടൈപ്പുകൾ പിന്നെയും എൻഹാൻസ് ചെയ്ത് വരും. അപ്പൊ ഇതാണ് സപ്പോർട്ടിംഗ് പോയിന്റ്സ്. ഇപ്പൊ കൗണ്ടറിംഗ് പോയിന്റ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൗണ്ടറിംഗ് എഴുതിയിട്ട് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് എഴുതിയിട്ട്, ഒന്നില്ലെങ്കിൽ ഇൻ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ടിങ് കൗണ്ടറിംഗ് എഴുതിയിട്ട് വേണം മെൻഷൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ നിങ്ങൾ എഴുതേണ്ട കാര്യമുള്ളൂ, ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ 2 പോയിന്റുകൾ. അപ്പൊ കൗണ്ടറിംഗ് പോയിന്റ് ആയിട്ട് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് റിസർവേഷന് സപ്പോർട്ട് ചെയ്തുള്ള പോയിന്റുകളാണ്. റിസർവേഷൻസ് എൻഷുവേഴ്സ് ഫെയർ റെപ്രസെന്റേഷൻ. റിസർവേഷൻസ് എന്താണ്, ഫെയർ റെപ്രസെന്റേഷൻ ആണ്. ഒരിക്കലും എവിടെയെങ്കിലും റിസർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കഴിവില്ലാത്ത ആർക്കോ കൊടുക്കുന്നു അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്തോ കൊടുക്കുന്നു എന്നല്ല, അതൊരു ഫെയർ റെപ്രസെന്റേഷൻ തന്നെയാണ്. സിൻസ് വിമൻ ഹാവ് ഫേസ് സെഞ്ചുറീസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, റിസർവേഷൻ ഹെൽപ്സ് ദം ഗെറ്റ് ഈക്വൽ സ്പേസ് ഇൻ എഡ്യൂക്കേഷൻ, ജോബ്സ് ആൻഡ് പൊളിറ്റിക്സ്. വർഷങ്ങളോളം അല്ലെങ്കിൽ സെഞ്ചുറീസോളം, നൂറ്റാണ്ടുകളോളം എന്താണ് സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് സ്ത്രീകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മെന്റൽ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ കുറച്ചുകൂടി മുൻപോട്ട് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം, റിസർവേഷൻസ് അവിടെ ഉണ്ടായേ പറ്റുള്ളൂ. ആ ഒരു റിസർവേഷൻസ് ഉണ്ടെങ്കിൽ പലപ്പോഴും എന്ത് പറ്റുള്ളൂ, എഡ്യൂക്കേഷനും ജോബും പൊളിറ്റിക്സിലൊക്കെ ഇവർക്ക് മുന്നേറി വരാൻ പറ്റുള്ളൂ. ഇതേ സംഭവം നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടാവും, റേസിന്റെ അല്ലെങ്കിൽ കാസ്റ്റ് ഇഷ്യൂസിൽ നമ്മൾ റിസർവേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പലരും പറയുന്ന ഒരു ടോപ്പിക്കാണ് റിസർവേഷൻസ് വേണ്ട, അല്ലെങ്കിൽ ഇക്കണോമിക് റോൾ നോക്കിയിട്ട് മതി റിസർവേഷൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില കമ്മ്യൂണിറ്റികളിൽ ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് റിസർവേഷൻസ് കൊടുക്കണ്ട എന്നുള്ളൊരു ഐഡിയോളജി ആര് പറയാറുണ്ട്, പലരും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ അതെന്താണ്, അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. കാരണം നമ്മൾക്കറിയില്ല, ഇപ്പോ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളും ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളെ നമുക്ക് എക്സാമ്പിൾ ആക്കി എടുക്കാം. ഈ 2 പേർക്കും അത്യാവശ്യം ഒരേ ലെവലിലുള്ള ഒരു ഇക്കണോമിക് ആണ്, അല്ലെങ്കിൽ ഒരേ ലെവലിലുള്ള ഒരു എന്താ പറയാ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തികമുള്ള 2 പേരുടെ കുടുംബമാണെന്ന് വിചാരിക്കും. പക്ഷെ എന്നിട്ടും ആർക്ക് റിസർവേഷൻ കിട്ടും, ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് റിസർവേഷൻ കിട്ടുക. അതിനോടാണ് ആൾക്കാർ എതിർത്ത് നിൽക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചിന്തിക്കുന്നില്ല, ഈ പറയുന്ന ആൾക്കാരെ മാനസികാവസ്ഥ നമ്മൾ ആരും ചിന്തിക്കാറില്ല. ഓൾറെഡി ഇവർ ഈ പറയുന്ന ഇക്കണോമിക്കലി ഒരു മുൻപോട്ട് വന്നാലും ഇപ്പോഴും ഇവരെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഇന്ന കാസ്റ്റിൽ പെട്ട ആളാണ്, അല്ലെങ്കിൽ ഇന്ന റിലീജിയനിൽ പെട്ട ആളാണ്, ഇന്ന കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണെന്ന് പറയുമ്പോൾ അവർക്കത് എത്രത്തോളം മാനസികമായിട്ട് അവരെ എന്താണ് പറയാ പിന്നോട്ട് വലിക്കുന്നുള്ള ഒരു ഐഡിയോളജി ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ കാശ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഈ പറയുന്ന ഒരു മെന്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മെന്റലി അവർക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവർ പിന്നെയും പുറകോട്ട് തന്നെ വലിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കാണുന്ന ഈ 1 2 നമുക്ക് ചുറ്റുള്ള ആൾക്കാർ മാത്രമല്ല, ഒരുപാട് നമ്മൾ അറിയാത്ത ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ മുൻപോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ റിസർവേഷൻസ് ഉണ്ടായേ പറ്റുള്ളൂ. ആ റിസർവേഷൻസ് എങ്ങാനും നമ്മൾ എടുത്തു കളഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ഒരു 10 പേരെ റാങ്ക് ലിസ്റ്റുകൾ എടുത്തു നോക്കിയാൽ എത്ര പേരെയായിരിക്കും നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ കാണാം. അപ്പൊ ഈ റിസർവേഷൻ കൂടി ഇല്ലാണ്ടായാലും എന്താണ്, ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ തകർന്നു പോകാൻ ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും എന്ത് പറയുന്നത്, ഈ പറഞ്ഞ റിസർവേഷൻസ് മാറ്റരുതെന്നുള്ള ഒരു ഐഡിയോളജി പലരും പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് നോക്കി, ഇറ്റ് ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ഈക്വാലിറ്റി. ഈ പറയുന്ന ഈക്വാലിറ്റിക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ കൂടിയാണ്. അതിപ്പോ ഒരു ജെൻഡറിന്റെ കേസ് ആയാലും നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ കാസ്റ്റിന്റെ കേസ് ആയാലും നമുക്ക് ഇതേ പോയിന്റ് തന്നെ പറയാം, സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ഈക്വാലിറ്റി. ഈക്വാലിറ്റി വേണമെങ്കിൽ തുല്യരായിട്ട് ഈ പറയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ആയിക്കോട്ടെ, ബാക്ക്വേർഡ് കാസ്റ്റും ഫോർവേഡ് കാസ്റ്റും ആയിക്കോട്ടെ, ഇവരൊക്കെ വേണമെങ്കിൽ എന്താണ് റിസർവേഷൻസ് അവിടെ ഉണ്ടായേ പറ്റുള്ളൂ. അതേപോലെ തന്നെ വൺസ് മോർ വിമൺ കം ഫോർവേഡ് ത്രൂ റിസർവേഷൻ. ഒരിക്കൽ കൂടി സ്ത്രീകൾ ഈ പറയുന്ന റിസർവേഷൻസ് വഴിയും അതേപോലെ ബാക്കി സംഭവങ്ങൾ വഴി സൊസൈറ്റിയിലേക്ക് മുൻപോട്ട് വന്നാൽ ഇവർക്ക് എന്തൊക്കെ കിട്ടുള്ളൂ, ഈ പറയുന്ന ലീഡർഷിപ്പ് ആയിക്കോട്ടെ, കേപ്പബിലിറ്റീസ് ആയിക്കോട്ടെ, ഇതൊക്കെ എൻഹാൻസ് ചെയ്ത് വരാനായിട്ട് ഈ റിസർവേഷൻസിന്റെ ഒക്കെ അത്യാവശ്യം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിമൻ സംടൈംസ് ലാക്ക് കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പീറ്റൻസ് കോമെന്റ്. അപ്പോൾ അതായത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ച പോയിന്റ് ആണ്, സ്ത്രീകൾക്ക് എന്ത് പ്രശ്നമുണ്ട്, ചെറുതായിട്ട് കോൺഫിഡൻസിന്റെ ആത്മവിശ്വാസത്തിന്റെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ പ്രശ്നം ആർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഒരു 4 മാർക്കിനൊക്കെ വരാവുന്ന ചോദ്യങ്ങളാണ് ഇത്. അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയുള്ള പോയിന്റ്സുകൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതാം. നമുക്ക് എന്ത് കിട്ടും, 4 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ
മാൻ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പോയിന്റ് തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ റൈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ 4 മാർക്കിനും 5 മാർക്കിനും ഈ പോയിന്റുകൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചോദിച്ചാൽ നമ്മൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം, നമ്മൾക്ക് എന്ത് പറ്റും, ഈ പറയുന്ന പോയിന്റ് വെച്ച് 5 മാർക്കിന് എഴുതാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻസ് നോക്കാം, നമ്മൾക്ക് ഈ ഒരു പോയിന്റ് എൻഹാൻസ് ചെയ്ത് അത്രയും 4 മാർക്കിന് എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു സംഭവം കൂടി നമ്മൾ എപ്പോഴും നോക്കണം. മാർക്ക് വെച്ചിട്ട് വേണം ഇംഗ്ലീഷ് എന്ത് ചെയ്യാൻ, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കി, എഡ്യൂക്കേഷൻ എംപവേഴ്സ് എ സൊസൈറ്റി, റൈറ്റ് 4 പോയിന്റ്സ്. ഇങ്ങനത്തെ പോയിന്റ്സുകളും ഇങ്ങനത്തെ സ്പീച്ച് ഇങ്ങനത്തെ റൈറ്റപ്പുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നോക്കി, ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ എംപവേഴ്സ് എ സൊസൈറ്റി, ഒരു സൊസൈറ്റിനെ ശാക്തീകരിക്കാനായിട്ട് വിദ്യാഭ്യാസം സഹായിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റൈറ്റ് 4 പോയിന്റ്സ്, 4 പോയിന്റ്സുകൾ. സ്പ്രെഡ്സ് നോളജ് ആൻഡ് അവയർനെസ്, നോളജും അതേപോലെ തന്നെ അവയർനെസ്സും എന്തുണ്ടാക്കും, വിദ്യാഭ്യാസം ഉണ്ടാക്കി തരും. റെഡ്യൂസസ് പോവർട്ടി ആൻഡ് ഇനീക്വാളിറ്റി, അതായത് പോവർട്ടിയും ഇനീക്വാളിറ്റീസ് ഒക്കെ കുറക്കാനായിട്ടും ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സഹായിക്കും. ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് സ്കിൽസ്, കോൺഫിഡൻസും സ്കിൽസും ഒരു മനുഷ്യനും ഒരു സൊസൈറ്റിക്ക് ഉണ്ടാക്കാനും സഹായിക്കും, വിദ്യാഭ്യാസം സഹായിക്കും. പ്രൊമോട്ട്സ് പ്രോഗ്രസ് ആൻഡ് യൂണിറ്റി, പ്രോഗ്രസും യൂണിറ്റിയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും ഈ പറഞ്ഞ വിദ്യാഭ്യാസം സഹായിക്കാറുണ്ട്. അടുത്തായിട്ട് ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ്, ഇത് ഈ പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പർട്ടിക്കുലർ സെന്റൻസ് ആണ്. ആ ഒരു സെന്റൻസ് തന്നിട്ട് നമ്മൾ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. ആ ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇത് PYQs ആണ്. അപ്പോൾ ഒരു തവണ ചോദിച്ചതാണ് ഈ ഒരു ലൈൻ തന്നിട്ട് വാട്ട് ആർ ദ 3 Ls. 3 Ls എന്താണെന്ന് നമുക്കറിയാം, എന്തൊക്കെയാണ്, ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അതേപോലെ ഇംപെഡിമെന്റ് എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥമാണ്. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ഇംപെഡിമെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബാരിയർ അല്ലെങ്കിൽ തടസ്സം എന്നൊക്കെയാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് എന്ത് വരാ, ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു ചാൻസ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഈ ഒരു ചാപ്റ്ററിന് അല്ലെങ്കിൽ ഈ ഒരു സ്പീച്ചിനെ നമ്മൾ സമീപിക്കാനായിട്ട്. അപ്പോൾ വളരെ ഈസിയാണ്. ബേസിക് ആയിട്ട് ഫസ്റ്റ് പറഞ്ഞ സമ്മറി പ്ലോട്ടിൽ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് വെച്ചിട്ട് ഇത് എന്ത് വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ജസ്റ്റ് നമ്മൾ കണ്ട ആ ഒരു സ്പീച്ച് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ പോയിന്റുകളും പറയുമ്പോൾ നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സിനെ റിലേറ്റ് ചെയ്ത് കൂടി പറയാനായിട്ട് ഇവിടെ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലേബറിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഈ ലേബർ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് നല്ലൊരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് മാച്ച് ബോക്സ്. മാച്ച് ബോക്സിലെ പ്രശ്നം എന്താണ്, നൊമിതക്കും ജോലിയില്ല, നൊമിതയുടെ അമ്മക്കും ജോലിയില്ല. നൊമിത അമ്മക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് മോളെ ഡിപ്പെൻഡ് ചെയ്യണം. മോൾക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്ന വരുന്നു, മോൾക്ക് മോളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അജിത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വരുന്നുണ്ട്. അപ്പൊ എങ്ങാനും ഈ നൊമിതക്ക് ജോലി ഉണ്ടായിരുന്നില്ല, ആ ഒരു പ്രശ്നം ആ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നോ, ഇല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിലും ഈ ഒരു ചാപ്റ്ററിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ബേസിക്കലി പറഞ്ഞു വെക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.